നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഐഷറിൻ്റെ പ്രോ 3012 ഇലക്ട്രിക് ബസ്, EV ബസ്. അപ്പോൾ പൊതുവെ ഇലക്ട്രിക് ബസ്സിനെ പറ്റി കൂടുതൽ ആർക്കും വലിയ ധാരണയില്ല. അപ്പോൾ ഇലക്ട്രിക് ബസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അതുപോലെ ഡീസൽ ബസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഏതൊക്കെ അഗ്രിഗേറ്റ്സ് ഇലക്ട്രിക് ബസ്സിന് അഡീഷണൽ ആയിട്ടുണ്ട്, ഏതൊക്കെ അഗ്രിഗേറ്റ്സ് ഒഴിവാക്കിയിട്ടുണ്ട്, എന്താണ് കമ്പാരിസൺ, എന്തൊക്കെയാണ് അഡീഷണൽ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളതിനെപ്പറ്റി വളരെ വിശദമായി ഒരു എക്സ്പ്ലനേഷൻ തരാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ബസ്സിനെ പറ്റി പറയുന്നിടത്തോളം ആക്ച്വലി ഇത് 4320 വീൽ ബേസ് ആണ് ഈ വണ്ടിയുടെ ടോട്ടൽ വീൽ ബേസ് വന്നിരിക്കുന്നത്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 9 മീറ്റർ ലെങ്താണ് ഈ വണ്ടിക്കുള്ളത്. അപ്പോൾ ഇത് ട്രിവാൻഡ്രം സിറ്റി സർവീസിന് വേണ്ടി KSRTCക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വണ്ടിയാണ് ഐഷറിൻ്റെ പ്രോ 3012 EV ബസ്. ഐഷർ 3012 EV ബസ്സിൻ്റെ ഇൻസൈഡ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഈ പ്ലാറ്റ്ഫോം ഒരേ ലെവലിലാണ്, ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ ഒരേ ലെവലിലാണ് പ്ലാറ്റ്ഫോം പോകുന്നത്. സാധാരണ ഇലക്ട്രിക് ബസ്സിൽ ബാക്കിൽ ഹൈറ്റിലാണ് പ്ലാറ്റ്ഫോം നിൽക്കുന്നത്, അപ്പോൾ പാസഞ്ചർ സീറ്റും ഹൈറ്റിൽ വരും. ഈ ബസ്സിന് ഒരേ ലെവലിലാണ് പ്ലാറ്റ്ഫോം പോയിരിക്കുന്നത്. കൂടാതെ ഇത് 30+1 30 സീറ്റ് പ്ലസ് ഡ്രൈവർ സീറ്റ് ആണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് സിറ്റി സർവീസിന് ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട് സീറ്റുകൾ സാധാരണ സീറ്റാണ്, ഇത് ലക്ഷറി സീറ്റുകളല്ല. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇൻസൈഡിൽ സെക്യൂരിറ്റി ക്യാമറാസ് 3 സെക്യൂരിറ്റി ക്യാമറാസ് ഇൻസൈഡിലുണ്ട്, 3 LED TV ഇൻസൈഡിലുണ്ട്. കൂടാതെ 4 ഡിസ്പ്ലേ ബോർഡ്, ഡെസ്റ്റിനേഷൻ ബോർഡ് 4 ഡെസ്റ്റിനേഷൻ ബോർഡ് ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിൽ, 1 ഫ്രണ്ടിലോ ബാക്കി ഒരെണ്ണം റിയറിൽ. പിന്നെ ഇതിൻ്റെ മിഡിൽ ഡോറും ഫ്രണ്ട് ഡോറും, ഈ മിഡിൽ ഡോർ അത് ന്യൂമാറ്റിക്കലി ഓപ്പറേറ്റഡ് ആണ്, ഫ്രണ്ട് ഡോറ് ന്യൂമാറ്റിക്കലി ഓപ്പറേറ്റഡ് ആണ്. ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഇൻസൈഡ് ഏരിയ നല്ല സ്പേഷ്യസ് ആണ്, നമ്പർ ഓഫ് പാസഞ്ചേഴ്സിന് കൂടുതലായിട്ട് ഇതിനകത്ത് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് അഡീഷണൽ ഒരു ഫീച്ചർ കൊടുത്തിരിക്കുന്നത്, എല്ലാ സീറ്റിൻ്റെ സൈഡിലും മൊബൈൽ ചാർജർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സീറ്റിലിരിക്കുന്നവർക്കും മൊബൈൽ ചാർജർ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഈ വണ്ടിയിലുണ്ട്. നമുക്കിനി ഇതിൻ്റെ അണ്ടർ ബോഡിയിൽ ഏതൊക്കെ അഗ്രിഗേറ്റ്സ് ആണ്, അതായത് ചേസിൽ ഏതൊക്കെ അഗ്രിഗേറ്റ്സ് ആണ് ഇലക്ട്രിക് വെഹിക്കിൾസിൽ വരുന്നുള്ളത് നമുക്ക് കാണാം. ജസ്റ്റ് നമുക്ക് ഈ റാമ്പിനകത്ത് ഇറങ്ങി അണ്ടർ ബോഡിയിലോട്ട് വരിക. ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് 4 വീൽ എയർ സസ്പെൻഷനാണ്. ഫ്രണ്ടും ബാക്കും എയർ സസ്പെൻഷനാണ് വരുന്നത്. ഫ്രണ്ടിൽ വരുന്നത് 2 പാരലൽ ലിങ്ക്, ഒരു പാൻഹാർഡ് റോഡ് വിത്ത് എയർ ബെല്ലോ വിത്ത് ഷോക്ക് അബ്സോർവർ, ഒരു ആൻറ്റി റോൾ ബാർ. ഈ രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ വന്നിരിക്കുന്നത്. എയർ സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. എയർ ബെല്ലോയ്ക്കകത്ത് എയർ ഫില്ല് ചെയ്തിട്ട് അതാണ് ഷോക്ക് അബ്സോർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിയറിലും ഇതേ സെയിം ആണ്. ഫ്രണ്ടിൽ 2 എയർ ബെല്ലോ വരും, 9 ഇഞ്ച് എയർ ബെല്ലോ വരും. ബാക്കിൽ വരുന്നത് ഇതുപോലെ തന്നെ പാരലൽ ലിങ്ക് വിത്ത് റേഡിയസ് റോഡാണ് വരുന്നത്. ബാക്കിൽ വരുമ്പോഴത്തേനും 4 എയർ ബെല്ലോ വരും, 10 ഇഞ്ചിൻ്റെ 4 എയർ ബെല്ലോ വരും. അപ്പോൾ ഫ്രണ്ടും ബാക്കും എയർ സസ്പെൻഷനാണ്. അതുകൊണ്ട് ഈ വണ്ടിയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, റൈഡിങ് കംഫർട്ട്, യാത്രാ സുഖം ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതലായിരിക്കും. ഇതാണ് ഇതിൻ്റെ ട്രാക്ഷൻ മോട്ടർ. ഇലക്ട്രിക് വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് ഇത് പവർ ജനറേറ്റ് ചെയ്ത ട്രാക്ഷൻ മോട്ടർ. ഈ ട്രാക്ഷൻ മോട്ടറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒരു പ്രൊപ്പലർ ഷാഫ്റ്റ് വഴി നേരെ FDR റേഷ്യോ ഡിഫറൻഷ്യലിലോട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് ബസ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതിന് ഗിയർ ബോക്സോ ക്ലച്ചോ ഇല്ല. ഡീസൽ ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഗിയർ ബോക്സും ക്ലച്ചും ഉണ്ട്. ബട്ട് ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഈ വണ്ടിയിൽ ഗിയർ ബോക്സും ക്ലച്ചും ഇല്ല. ട്രാക്ഷൻ മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് പ്രൊപ്പലർ ഷാഫ്റ്റ് വഴി ഡിഫറൻഷ്യലിലോട്ടാണ് പോയിരിക്കുന്നത്. ആ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനിയുള്ള ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്രിഗേറ്റ്സ് ആണ്. അതായത് ഡീസൽ ബസ്സിൽ നമുക്ക് എയർ കംപ്രസറുണ്ട്, അതുപോലെ പവർ സ്റ്റിയറിംഗ് പമ്പുണ്ട്. ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഡ്രൈവ് കിട്ടുന്നത് ഡീസൽ എൻജിനിൽ നിന്ന് തന്നെ ബെൽറ്റ് ഡ്രൈവാണ് കിട്ടുന്നത്. ബട്ട് ഇലക്ട്രിക് വെഹിക്കിൾസിനെ സംബന്ധിച്ചിടത്തോളം ബെൽറ്റ് ഡ്രൈവ് ഒന്നുമില്ല. അത് എല്ലാം ഡയറക്റ്റ് സെപ്പറേറ്റ് മോട്ടോർ ഡ്രൈവാണ്. അപ്പോൾ ഇത് ഈ കംപ്രസറിനെ സംബന്ധിച്ചിടത്തോളം സെപ്പറേറ്റ് ഇലക്ട്രിക് മോട്ടോർ വിത്ത് കംപ്രസറാണ്. കംപ്രസർ യൂണിറ്റ് വർക്ക് ചെയ്യുന്നത് ഒരു 220 വോൾട്ട് AC മോട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്.
ഇത് പവർ സ്റ്റിയറിംഗ് പമ്പാണ്. ഈ പവർ സ്റ്റിയറിംഗ് പമ്പ് വർക്ക് ചെയ്യുന്ന 220 വോൾട്ട് AC മോട്ടറാണ് പവർ സ്റ്റിയറിംഗ് പമ്പും വർക്ക് ചെയ്യുന്നത്. അപ്പം കംപ്രസർ, പവർ സ്റ്റിയറിംഗ് പമ്പ് ഈ രണ്ട് ഐറ്റങ്ങൾ സെപ്പറേറ്റ് മോട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ട്രാക്ഷൻ മോട്ടറുമായിട്ട് അതിനകത്ത് വേറെ കണക്ഷൻസ് ഒന്നുമില്ല. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മോട്ടറാണ്. ഇതിനകത്ത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഒരു റേഡിയേറ്ററും അതുപോലെ റേഡിയേറ്റർ കൂളിംഗ് ഫാനും കാണിച്ചിട്ടുണ്ട്. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ട്രാക്ഷൻ മോട്ടറിന് കൂളിംഗ് കൊടുക്കാൻ വേണ്ടിയാണ്. ഈ റേഡിയേറ്ററിനകത്ത് കൂളൻ്റ് ഉണ്ട്. ആ കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്തിട്ട് ട്രാക്ഷൻ മോട്ടറിനകത്ത് പോയി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യും. കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്തിട്ട് വീണ്ടും റേഡിയേറ്ററിൽ ചെല്ലും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് സെൻസ് ചെയ്ത് ആ ഇലക്ട്രിക് ഫാൻ വർക്ക് ചെയ്യും, അങ്ങനെ കൂൾ ചെയ്യും. അപ്പോൾ ഇവിടെ അണ്ടർ ബോഡിയിൽ ഒരു സെപ്പറേറ്റ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ട്രാക്ഷൻ മോട്ടർ കൂൾ ചെയ്യാനും ഓക്സിലറി കൺട്രോളർ കൂൾ ചെയ്യാനും അതുപോലെ ട്രാക്ഷൻ മോട്ടർ കൺട്രോളർ കൂൾ ചെയ്യാനും വേണ്ടിയാണ് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഓറഞ്ച് ലൈൻസ്, ഈ ഓറഞ്ച് ലൈൻസ് മുഴുവൻ ഹൈ വോൾട്ടേജ് ലൈൻസ് ആണ്. അതായത് മുകളിലുള്ള ഹൈ വോൾട്ടേജ് ബാറ്ററിയിൽ നിന്ന് വരുന്ന ഹൈ വോൾട്ടേജ് ലൈൻസ് ആണ് ഈ കാണുന്നത് ഓറഞ്ച് ലൈൻസ്. അപ്പോൾ ഓറഞ്ച് ലൈൻസ് ഡിസ്കണക്ട് ചെയ്യുമ്പോഴും അസംബിൾ ചെയ്യുമ്പോഴത്തേനും സേഫ്റ്റി പ്രിക്കോഷൻസ് തീർച്ചയായിട്ടും എടുക്കണം. ഗ്ലൗസ് കാര്യങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ആ ഓറഞ്ച് ലൈൻസ് ഡിസ്കണക്ട് ചെയ്യുകയോ പിടിപ്പിക്കുകയോ ചെയ്യാവുള്ളൂ. ഹൈ വോൾട്ടേജ് അറൗണ്ട് 650 വോൾട്ടേജിന് മേലിലാണ് ഈ സിസ്റ്റത്തിൻ്റെ DC വോൾട്ടേജ് ഉള്ളത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ എന്താണെങ്കിലും ശ്രദ്ധിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാവുള്ളൂ. ഇതാണ് ബാക്കിലെ ബ്രേക്ക് സിസ്റ്റം വരുന്നത്. 2 സ്പ്രിംഗ് ബ്രേക്ക് ആക്ച്വേറ്റർ ഉണ്ട്. അത് ബാക്കിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ സ്പ്രിംഗ് ബ്രേക്ക് ആക്ച്വേറ്റ് ചെയ്തിട്ടാണ് ബ്രേക്ക്, ഈ ബാക്കിലെ ബ്രേക്ക് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിന് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ്. ഫ്രണ്ട് 2 വീലിന് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടുതലായിരിക്കും വണ്ടിക്ക്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ റൂഫിൽ, വണ്ടിയുടെ ടോപ്പിൽ എന്തൊക്കെ ഐറ്റങ്ങളാണോ ഉള്ളതെന്നുള്ള, ഈ ഇലക്ട്രിക് ബസ്സിന് ഏതൊക്കെ ഐറ്റങ്ങളാണ് റൂഫിലുള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് മേളിലാണ്, അതായത് ഹൈ വോൾട്ടേജ് ബാറ്ററി, നമ്മുടെ ട്രാക്ഷൻ മോട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഹൈ വോൾട്ടേജ് ബാറ്ററി പവർ സ്റ്റോർ ചെയ്യുന്നത് ഇതിൻ്റെ റൂഫിലാണ്. ഇതാണ് ഒരു ബാറ്ററി പാക്ക്. ബാറ്ററി പാക്ക് 1, ബാറ്ററി പാക്ക് 2, 2 ഹൈ വോൾട്ടേജ് ബാറ്ററിയാണ് ഈ വണ്ടിക്കുള്ളത്. ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 650 വോൾട്ടേജും അറൗണ്ട് 100 കിലോ വാട്ടാണ് ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി. 2 ബാറ്ററിയുടെ കപ്പാസിറ്റി, ടോട്ടൽ കപ്പാസിറ്റി വരുമ്പോഴത്തേന് 200 കിലോ വാട്ട്, അതായത് 650 വോൾട്ട് DCയും 200 കിലോ വാട്ട് അവർ ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ വണ്ടിക്കുള്ളത്. പിന്നെ ഈ ഡിവൈസ് എന്ന് പറയുന്നത്, ഇത് BCS എന്ന് പറയുന്നത് ബാറ്ററി കൂളറാണിത്. ഇത് ശരിക്കും ഒരു ചില്ലർ യൂണിറ്റാണ്. അതായത് ബാറ്ററിയുടെ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബാറ്ററി ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും വരുമ്പോഴത്തേനും ബാറ്ററി ടെമ്പറേച്ചർ ഹൈ ആവും. ആ ടൈമിൽ ഇതിൻ്റെ ബാറ്ററി പാക്കിങ്ങിനകത്തൂടെ കൂളൻറ്റിനെ സർക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ചില്ലർ യൂണിറ്റ് വെച്ച് ചില്ല് ചെയ്തിട്ട് വീണ്ടും ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെ BCS എന്ന് പറയും, ഒരു ചില്ലർ യൂണിറ്റാണ്. അപ്പോൾ ഇതിനകത്ത് സെപ്പറേറ്റ് കൂളിംഗ് സിസ്റ്റമാണ് ഉള്ളത്. അപ്പോൾ ടോപ്പിൽ ബാറ്ററിക്ക് സെപ്പറേറ്റ് കൂളിംഗ് സിസ്റ്റവും താഴെ ട്രാക്ഷൻ മോട്ടറിനും ഓക്സിലറി കൺട്രോളറിനും ട്രാക്ഷൻ മോട്ടർ കൺട്രോളറിനും സെപ്പറേറ്റ് കൂളിംഗ് സിസ്റ്റമാണ് ഈ വണ്ടിക്കുള്ളത്. 2 ടൈപ്പ് കൂളിംഗ് സിസ്റ്റമാണ് ഈ വണ്ടിക്കുള്ളത്. ഇത് ഒരു ജംഗ്ഷൻ ബോക്സ് ആണ്. 2 ബാറ്ററിയിൽ നിന്ന് വരുന്ന പവർ ഈ ജംഗ്ഷൻ ബോക്സിനുള്ളിൽ വന്നിട്ട് അവിടെ പാരലായിട്ടുള്ള കണക്ഷൻസ് ആണ്. ആ പാരൽ കണക്ഷൻ 650 വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ കറണ്ടിനെ ഇൻക്രീസ് ചെയ്ത് നേരെ താഴോട്ട് വരുന്നു. അതായത് ഫസ്റ്റ് 2 ബാറ്ററി പാക്കിൽ നിന്നുള്ള പവർ ഈ ജംഗ്ഷൻ ബോക്സിൽ വന്നിട്ട് ഈ ജംഗ്ഷൻ ബോക്സിൽ നിന്നാണ് താഴോട്ട് പവറിനെ ട്രാക്ഷൻ മോട്ടറിലോട്ടും ബാക്കിയുള്ള കൺട്രോളിംഗ് ഡിവൈസസിലോട്ട് പവറിനെ കൊടുക്കുന്നത്. ഇലക്ട്രിക് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ ചാർജ് ചെയ്യാം, വണ്ടി എങ്ങനെ ചാർജ് ചെയ്യാമെന്നുള്ളതാണ്. അതിൻ്റെ ചാർജിങ് പോർട്ട് വന്നിരിക്കുന്ന റൈറ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ പുറകിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ചാർജിങ് പോർട്ട്. ഓൾറെഡി ഒരു ക്യാപ്പ് വെച്ച് ക്ലോസ് ചെയ്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് GBT മോഡൽ ചാർജർ യൂണിറ്റാണ്, ചാർജിങ് പോർട്ടാണ്. 2 ടൈപ്പ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഒന്ന് GBTയും മറ്റേത് CCSഉം. അതിൽ ഐഷറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന GBT മോഡൽ ചാർജിങ് പോർട്ടാണ്. ഇനി ചാർജറിൻ്റെ ഗണ്ണ്, നമ്മൾ ചാർജറിൽ നിന്ന് ഗണ്ണെടുത്തിട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ കവർ എടുക്കുക. കവർ എടുത്ത് കഴിഞ്ഞിട്ട് ഈ ചാർജിങ് പോർട്ടിലോട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് പ്രസ് ചെയ്യുമ്പോഴത്തേന് ഒരു ടിക്ക് എന്നുള്ള സൗണ്ട് വരും. സൗണ്ട് വന്നു കഴിയുമ്പോഴത്തേന് ചാർജറിൻ്റെ ഗണ്ണ് കറക്റ്റായിട്ട് പോർട്ടിൽ കണക്റ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ചാർജർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യുക. ഇതാണ് മെയിനായിട്ടുള്ള പ്രൊസീജിയർ. ഈ ബാറ്ററിയിൽ ശരിക്കും ഹൈ വോൾട്ടേജ് 2 ബാറ്ററിയും
അതായത് 650 വോൾട്ടിൻ്റെ 2 ബാറ്ററിയും അതുപോലെ തന്നെ ലോ വോൾട്ടേജ് 2 ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. ഈ ലോ വോൾട്ടേജ് ബാറ്ററി 12 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ്. ടോട്ടൽ വോൾട്ടേജ് വരുന്നത് 24 വോൾട്ടേജാണ്. ഈ ബാറ്ററി യൂസ് ചെയ്യുന്നത് വണ്ടിയുടെ ആക്സസറീസ് ഫങ്ഷൻ ചെയ്യാൻ, അതായത് ഇൻസൈഡ് ലൈറ്റ്, ഹെഡ് ലാമ്പ്, ഹോണ്, സ്റ്റീരിയോ സിസ്റ്റം, ഇങ്ങനെയുള്ള ആക്സസറീസ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ലോ വോൾട്ടേജ് ബാറ്ററി കൊടുത്തിരിക്കുന്നത്. ഈ ലോ വോൾട്ടേജ് ബാറ്ററി ചാർജ് ആവുന്നത് ഹൈ വോൾട്ടേജ് ബാറ്ററിയുടെ പവർ എടുത്താണ് ഈ ലോ വോൾട്ടേജ് ബാറ്ററി ചാർജ് ആവുന്നത്. അത് സിസ്റ്റം ഹൈ വോൾട്ടേജ് ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തിട്ട് ലോ വോൾട്ടേജ് ബാറ്ററി ചാർജ് ആവും. ഇതിൻ്റെ ടയർ വന്നിട്ട് 245/70R 17.5 ട്യൂബ്ലെസ് റേഡിയൽ ടയറാണ് വന്നിരിക്കുന്നത്. ട്യൂബ്ലെസ് റേഡിയലാണ്. ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്കും ബാക്ക് ബ്രേക്ക് ഡ്രമ്മുമാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ഒന്ന് ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് ഉണ്ട്, രണ്ടാമത് ഒരു എമർജൻസി സ്വിച്ച് ഉണ്ട്. ഈ എമർജൻസി സ്വിച്ച് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് എമർജൻസി വണ്ടി ആക്സിഡൻ്റ് ആവുകയോ അല്ലെങ്കിൽ ഫയർ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡ്രൈവർ പ്രസ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത സമയങ്ങളിൽ അതൊരു കാരണവശാലും പ്രസ് ചെയ്യരുത്. ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഈ വണ്ടിയിൽ ആക്സിലേറ്റർ പെഡലും ബ്രേക്ക് പെഡലും മാത്രമേ ഉള്ളൂ. ക്ലച്ച് പെഡലില്ല. ഓട്ടോമാറ്റിക് വെഹിക്കിൾസിനെ പോലെ തന്നെ ക്ലച്ച് പെഡൽ ഒഴിവാക്കിയിട്ടുണ്ട്. ബ്രേക്ക് പെഡലും ആക്സിലേറ്റർ പെഡലും മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് കാല് അവിടെ സ്റ്റേഷനറി ആക്കിയിട്ട് വെക്കുക. ഡ്രൈവർക്ക് ലെഫ്റ്റ് കാല് ഉപയോഗിക്കേണ്ട ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. ഈ വണ്ടിയിലുള്ള വേറൊരു സവിശേഷത എന്ന് പറയുന്നത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതായത് ഗ്രാജുവലായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ഷൻ മോട്ടറിൽ നിന്ന് തിരിച്ച് ഹൈ വോൾട്ടേജ് ബാറ്ററിയെ ചാർജ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ വേറൊരു സവിശേഷത വരുന്നത്. ഇനി വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ബ്രേക്ക് പ്രസ് ചെയ്യുക. ബാറ്ററിയുടെ കട്ട് ഓഫ് സ്വിച്ച് ഉണ്ട്. കട്ട് ഓഫ് സ്വിച്ച് ഓഫ് ആണെങ്കിൽ അത് ഓണാക്കുക. ഓണായി കഴിയുമ്പോഴത്തേന് ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് റീചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഇഗ്നീഷൻ സ്വിച്ച് ഉണ്ട്. ഇഗ്നീഷൻ സ്വിച്ച് ഓണാക്കി ആ ചെക്കിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമ്മൾ ന്യൂട്രൽ പൊസിഷനിലിടുക. ന്യൂട്രൽ പൊസിഷനിലിട്ട് ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്തുകൊണ്ട് വണ്ടി ഇഗ്നീഷൻ കീ ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു റെഡി ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്യും. അത് ബ്ലിങ്ക് ചെയ്ത് സ്റ്റഡി ആയി കഴിയുമ്പോഴത്തേന് വണ്ടി സ്റ്റാർട്ടിംഗ് മോഡിൽ വരും. ഏതെങ്കിലും കാരണവശാൽ അങ്ങനെ വന്നില്ലെങ്കിൽ വീണ്ടും ഇഗ്നീഷൻ ഓഫാക്കുക, ബാറ്ററി കട്ട് ഓഫ് ചെയ്യുക, വീണ്ടും ബാറ്ററി ഓണാക്കുക, ഇഗ്നീഷൻ ഓണാക്കുക, ഒരു 2 മിനിറ്റ് 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. റെഡി ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ആകാതെ സ്റ്റഡി ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡിക്കേഷൻ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്നുള്ളതാണ്. ഈ ഇലക്ട്രിക് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിന് നോയ്സ് ഇല്ലാത്തതുകൊണ്ട്, മോട്ടറിന് നോയ്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഈ ഇൻഡിക്കേഷൻ അറിഞ്ഞാണ് ഡ്രൈവർ മനസ്സിലാക്കുന്നത് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്നുള്ളത്. ഡീസൽ വണ്ടിയാണെങ്കിൽ എഞ്ചിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാം. പക്ഷേ ഇലക്ട്രിക് വെഹിക്കിൾസിന് അങ്ങനെ മോട്ടറിന് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഈ ഇൻഡിക്കേഷൻ മാത്രമേ ഡ്രൈവർക്ക് ഇൻഡിക്കേഷൻ കിട്ടുകയുള്ളൂ വണ്ടി ഈസ് ഇൻ സ്റ്റാർട്ടിങ് കണ്ടീഷൻ. ഈ ക്ലസ്റ്ററിനകത്ത് ഒരു ഇൻഡിക്കേഷൻ ഉണ്ട്. അതായത് SOC സ്റ്റേറ്റ് ഓഫ് ചാർജസ് എന്ന് പറയും, ബാറ്ററിയുടെ ചാർജ്. ഇപ്പോൾ ഈ വണ്ടിയിൽ കാണിക്കുന്ന 95% ആണ്. അതായത് 95% ഹൈ വോൾട്ടേജ് ബാറ്ററിയിൽ ചാർജ് ഉണ്ട് എന്നുള്ള ഇൻഡിക്കേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ചാർജ് കുറയുമ്പം, അതായത് ഒരു 50% ചാർജ് കുറയുമ്പോഴാണ് രണ്ടാമത് നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യേണ്ടത്. ഐഷറിൻ്റെ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡെയിലി നൈറ്റിൽ ഫുൾ ചാർജ് ചെയ്യുക, 100% ചാർജ് ചെയ്യുക. അത് കഴിഞ്ഞ് ഡേ ടൈമിൽ ഒരു 120 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു 45 മിനിറ്റ്സ് ഒരു ഓപ്പർച്യൂണിറ്റി ചാർജിങ് കൊടുക്കുക. അതാണ് യഥാർത്ഥ പ്രൊസീജിയർ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫുൾ ചാർജിങ്ങിനകത്ത് ഏകദേശം ഒരു 220 കിലോമീറ്ററിന് മേളിൽ വണ്ടി റൺ ചെയ്യാനുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ഈ വണ്ടിക്കുണ്ട്. ഓക്കെ, ഈ വണ്ടിയിൽ അഡീഷണൽ ആയിട്ട് ഒരു ഡിവൈസ് കൊടുത്തിരിക്കുന്നത് ഫയർ ഡിറ്റക്ഷൻ ആൻഡ് അലാറം സിസ്റ്റം. അതായത് വണ്ടിയിൽ ഏതെങ്കിലും സൈഡിൽ വയറിംഗ് ഹാർനസിലോ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ബാറ്ററിയുടെ അവിടെയോ എന്തെങ്കിലും ഫയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അലാറം, ഡ്രൈവർക്ക് അലാറം അടിക്കുന്ന അല്ലെങ്കിൽ അലാറം ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇതിനെ FDAS സിസ്റ്റം, ഫയർ ഡിറ്റക്ഷൻ അലാറം സിസ്റ്റം എന്നാണ് പറയുന്നത്. ഈ ഡിവൈസ് അഡീഷണൽ ആയിട്ട് ഈ വണ്ടിയിലുണ്ട്. ഇതിനകത്ത് ഒരു ഫീച്ചർ കൊടുത്തിരിക്കുന്നത് ഈ വണ്ടിയുടെ ഡോറ് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ വണ്ടി മുന്നോട്ട് മൂവ് ആവൂ. അപ്പോൾ 2 ഡോറും നമ്മൾ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മളെ വണ്ടി മുന്നോട്ട് മൂവ് ആവുള്ളൂ. 2 ഡോറും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രൈവ് മോഡിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴത്തേന് രണ്ടും ഡ്രൈവിൽ കാണിക്കും. ഡ്രൈവിൽ കാണിച്ചു കഴിഞ്ഞാൽ വണ്ടി
മുന്നോട്ട് പോകാൻ റെഡിയാണ്. പിന്നീട് പതുക്കെ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിലോട്ട് മൂവ് ആവും.